welcome to our next part of revision class. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Mr. A, Mr. B and Mr. C were partners in a partnership firm ABC and Company, which is engaged in the business of trading of branded furniture. The name of the partners was clearly written along with the firm name in front of the head office of the firm as well as on letterhead of the firm. On 1st October 2018, Mr. C passed away. His name was neither removed from the list of partners as stated in front of the head office nor from the letterhead of the firm. As per the terms of partnership, the firm continued its operations with Mr. A and Mr. B as partners. The accounts of the firm were settled and the amount due to legal hires of Mr. C was also determined on 10th October 2018. But the same was not paid to the legal hires of Mr. C. On 16th October 2018, Mr. X, a supplier, supplied furniture worth 20 lakhs to ABC and Company. ABC and Company could not repay the amount due to heavy losses. Mr. X wants to recover the amount not only from ABC and Company but also from the legal hires of Mr. C. Analyze the above situation in terms of the provisions of Indian Partnership Act 1932 and decide whether the legal hires of Mr. C can also be held liable for the dues towards Mr. X. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഏത് സെക്ഷനിൽ നിന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്, ഏത് സെക്ഷനിൽ നിന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അല്ലേ. എന്തായാലും പാർട്ട്ണർഷിപ്പ് ആക്ട് ആണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴും നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി ഏത് സെക്ഷനിലാണ് വരുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നേക്കുന്ന സെക്ഷൻ 35 ലയബിലിറ്റി ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ ഒരു സെക്ഷൻ, അതായത് സെക്ഷൻ 35 ലയബിലിറ്റി ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പം ഏത് സെക്ഷനാണ് നമുക്ക് ഏത് ആക്ടിൽ നിന്നാണ് ചോദിച്ചത് നമുക്ക് മനസ്സിലായി, അതുപോലെ ഏത് സെക്ഷനിൽ നിന്നാണെന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് മിസ്റ്റർ എ, ബി ആൻഡ് സി ആണ് എ ബി സി ആൻഡ് കമ്പനിയുടെ എന്താ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ബ്രാൻഡഡ് ഫോർമേഷൻ ട്രേഡിംഗ് ആണ്. ഇവരുടെ പേര്, അതായത് എ ബി സി കമ്പനിയുടെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ലെറ്റർ ഹെഡിലും അതുപോലെ തന്നെ ലെറ്റർ ഹെഡിലും ബോർഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഒക്ടോബർ ആയ പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്താ, 1st ഒക്ടോബറിൽ മിസ്റ്റർ സി മരിച്ചുപോയി അല്ലേ. മിസ്റ്റർ സി മരിച്ചു പോയിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഈ സി എന്ന് പറയുന്ന പേര്, അതായത് സി നമുക്ക് വേറൊരു പേഴ്സണെ എടുക്കാം, അല്ലെങ്കിൽ സി തന്നെ എടുക്കുകയാണെങ്കിൽ ഈ എ ബി സി എന്ന് പറയുന്ന കമ്പനി മാറി എ ആൻഡ് ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എ ബി ആൻഡ് കമ്പനിന്നോ അല്ലെങ്കിൽ എ ബി കമ്പനിന്നോ അങ്ങനെയൊന്നും അവരാക്കിയിട്ടില്ല. എ ബി സി എന്ന് പറയുന്ന കമ്പനി ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. കമ്പനി മുന്നോട്ട്, ഓപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് 10th ഒക്ടോബറോടുകൂടി എന്ത് ചെയ്തു, മിസ്റ്റർ സിയുടെ ലീഗൽ ഹയേഴ്സുമായിട്ടുള്ള അക്കൗണ്ട്സ് എല്ലാം സെറ്റിൽ ചെയ്തു. 16th ഒക്ടോബറിൽ അക്കൗണ്ട്സ് എല്ലാം സെറ്റിൽ ചെയ്തു. ബട്ട് എന്ത് ചെയ്തിട്ടില്ല, പേയ്മെൻറ്റ് നടന്നിട്ടില്ല. അക്കൗണ്ട്സ് എല്ലാം സെറ്റിൽ ചെയ്തു, ഇനി പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഇനി അടുത്തെന്ന് പറയുമ്പോൾ 16th ഒക്ടോബറിലും മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് ഒരു സപ്ലയറാണ്, ഫർണിച്ചറിൻ്റെയൊക്കെ ഒരു സപ്ലയറാണ്. 20 lakhs വർത്ത് ആയിട്ടുള്ള ഫർണിച്ചർ എന്ത് ചെയ്തു, എ ബി സി കമ്പനിക്ക് കൊടുത്തു അല്ലേ.
ABC കമ്പനിക്ക് കൊടുത്തു. പക്ഷേ കമ്പനി ഓൾറെഡി ഭയങ്കര നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കനോട്ട് റീപേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം മിസ്റ്റർ എക്സിന് എന്തായാലും പൈസ വേണമല്ലോ. അപ്പം മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു, മിസ്റ്റർ എക്സ് പ്ലാൻ ചെയ്ത് ഇപ്പം ABC കമ്പനിക്ക് അതായത് ABC കമ്പനി മാത്രം റീപേ ചെയ്താൽ പോരാ, അതായത് എമൗണ്ട് ABC കമ്പനിയിൽ നിന്ന് മാത്രം എമൗണ്ട് റിക്കവർ ചെയ്താൽ പോരാ. പക്ഷേ മിസ്റ്റർ സിയുടെ ലീഗൽ ഹയേഴ്സിൽ നിന്നും എന്ത് ചെയ്യണം, ഈ മിസ്റ്റർ എക്സിന് എമൗണ്ട് റിക്കവർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത്, ഡീറ്റെയിൽസ് തന്നേക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, അനലൈസ് ദ എബോ സിറ്റുവേഷൻ ഇൻ ടേംസ് ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അതായത് നമ്മുടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ടുള്ള നമ്മുടെ ആ ആക്ടിലുള്ള പ്രൊവിഷൻസ് അനുസരിച്ച് ഈ തന്നേക്കുന്ന സിറ്റുവേഷനും നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തു. ഇനി ഈ പ്രൊവിഷനുമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രൊവിഷൻ ഏതാ നമുക്കറിയാം, സെക്ഷൻ 35. അതിനനുസരിച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം. എന്നിട്ട് പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ട്, ഡിസൈഡ് വെദർ ദ ലീഗൽ ഹയേഴ്സ് ഓഫ് മിസ്റ്റർ സി ക്യാൻ ഓൾസോ ബി ഹെൽഡ് ലയബിൾ ഫോർ ദ ഡ്യൂസ് ടുവേർഡ്സ് എക്സ്. അതായത് എക്സിന് കിട്ടാനുള്ള പൈസയ്ക്ക് എന്താണ് മിസ്റ്റർ സിയുടെ ലീഗൽ ഹയേഴ്സും ലയബിൾ ആണോ എന്നും കൂടെ നോക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കാനുള്ളത്. ഇത് ഡിസൈഡ് ചെയ്യാൻ വേണോ, അതായത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്ക് എടുക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞു ഏത് സെക്ഷനാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു സെക്ഷൻ 35 ലയബിലിറ്റി ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ, സെക്ഷൻ 35. അപ്പോൾ നമുക്ക് സെക്ഷൻ 35 എന്താണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് പ്രൊവിഷൻ എഴുതാം. എന്താണ് സെക്ഷൻ 35 എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ഇപ്പം ഒരു പേഴ്സൺ മരിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി അടുത്ത സെക്ഷൻ 35ൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നോക്കാം. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് പ്രൊവിഷൻ എഴുതാം. അപ്പോൾ സെക്ഷൻ 35 എന്താ പറയുന്നത്? അത് സെക്ഷൻ 35 പറയുന്നത്, വെൻ എ പാർട്ട്ണർ ഡൈസ് ഹി ഓട്ടോമാറ്റിക്കലി സീസ് ടു ബി എ പാർട്ട്ണർ ഓഫ് എ ഫേം, അല്ലേ? അതാണ് ഫസ്റ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഇപ്പം ഒരു പാർട്ട്ണർ ഇപ്പം മരിച്ചുപോയി, ആ ആളുടെ ഡിസീസ്ഡ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ആ ആളുടെ എസ്റ്റേറ്റ്, അതായത് പ്രോപ്പർട്ടി വെൽത്തോ അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സോ എന്തല്ല, ആ ഫേമിൻ്റെ ഡെപ്റ്റ്സിനൊന്നും ലയബിൾ അല്ല. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് പോയിന്റ് നമ്മളിപ്പോൾ പറഞ്ഞു. ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ഫേമിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മാത്രം ലയബിലിറ്റിയാണ് ആ ഫേമിൻ്റെ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഡിസീസ്ഡ് പേഴ്സൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഡിസീസ്ഡ് പേഴ്സൻ്റെ ഹയേഴ്സിലോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി വെൽത്ത് അതിലൊന്നും എന്തില്ല, അവർക്ക് ഒന്നും ലയബിൾ അല്ല ഈ ഫേമിൻ്റെ എന്തെങ്കിലും ഡെപ്റ്റ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു സെക്ഷൻ 35 പറയുന്നത്. ജസ്റ്റ് ഷോർട്ടാക്കി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമുക്ക് സെക്ഷനിലേക്ക് പോകാം. അതായത് നമ്മുടെ ആൻസറിലേക്ക് പോകാം. എങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എഴുതാമെന്നുള്ളത് സെക്ഷൻ 35 എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെ ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. ആൻസർ provision as per the provisions of Indian Partnership Act 1932, legal representatives of a deceased partner is not liable for the act of the firm. Also, it is not necessary to give any notice either to the public or to the persons having dealings with the firm. Okay, ഇത്രയും കാര്യം, ഈ ഒരു കാര്യം മാത്രം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രം നമ്മൾ എഴുതിയാൽ മതി. വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, പക്ഷെ അത്രയും ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒരു പ്രൊവിഷൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അതിൻ്റെ പ്രൊവിഷൻ എഴുതുമ്പം എന്താണോ ആ പ്രൊവിഷന് ആവശ്യമുള്ള ആ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ള ആ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ കീവേഡ്സ് ഉണ്ടാവണം. നമുക്ക് ആ കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതണം എന്നില്ല. നമ്മൾ എഴുതുമ്പം അതിൽ കീവേഡ്സ് എല്ലാം വേണം. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിൻ്റെ കീവേഡ്സ് എന്താ? ഒന്ന് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ആ ഒരു ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പം സെക്ഷൻ 35 പറയുന്നതിന് ഞാനൊന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് അതിനെ ഒന്ന് ഷോർട്ടാക്കിയേക്കണം അല്ലേ. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഈസ് നോട്ട് ലയബിൾ ഫോർ ദ ആക്ട് ഓഫ് ദ ഫേം. ഓക്കെ, അങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. ആ ഹോൾ പ്രൊവിഷൻ തന്നെ എഴുതി മൊത്തം നമ്മൾ നിറച്ച് വെക്കണം എന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി, പക്ഷേ എഴുതുമ്പോൾ അതിൻ്റെ കീ പോയിൻറ്റ്സ് ഉണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ എഴുതേണ്ടത്? പിന്നെ അതുപോലെ സെക്ഷൻ, എപ്പോഴും പറയുന്നത് പോലെ സെക്ഷൻ നമ്പർ നിങ്ങൾക്ക് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ തെറ്റാണ്, നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല ഈ ഒരു സെക്ഷനാണ്. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സെക്ഷൻ വരുന്ന ഏതാണ്? സെക്ഷൻ 35 ആണ് അല്ലേ. ഇൻ കേസ് ഈ സെക്ഷൻ 35 നിങ്ങൾക്ക് അത്ര ഉറപ്പില്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, എഴുതാനേ പോകണ്ട. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ്, ഇനി നമുക്ക് അനാലിസിസ് എഴുതാം. അപ്പോൾ നമുക്ക് അനാലിസിസ് എന്താണെന്ന് നോക്കാം. മിസ്റ്റർ എ, ബി ആൻഡ് സി. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത അല്ലേ, ആദ്യമേ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അത് തന്നെ കുറച്ചും കൂടെ ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പോയിൻറ്റ്സിനെ നിങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്തൊരു സെൻറ്റൻസ് ആക്കിയാൽ മതി. എന്തിന്? ഒരു അനാലിസിസ് എഴുതാനായിട്ട്. Mr. A, B and C were partners of A, B, C and company. Mr. C died on 1st October 2018, but his name was not removed from the firm's letterhead and office board. The firm continued with A and B, and accounts with C's legal hires were settled on 16th October 2018. Goods worth rupees 20 lakhs were purchased from Mr. X, which the firm failed to repay. Mr. X wants to recover the amount not only from the firm, from A and B, but also from C's legal hire. ഇതാണ് അനാലിസിസ്. അത് നമ്മളിപ്പം ഞാനിവിടെ ഷോർട്ടാക്കി പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തത് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഒന്നൊരു സെൻറ്റൻസ് ആക്കി മാറ്റി. ഇങ്ങനെയാണ് അനാലിസിസ് എഴുതേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് വരുമ്പോഴത്തേക്ക്. ഇപ്പോൾ പ്രൊവിഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കിനും പ്രൊവിഷന് ചോദിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 1.5 to 2 മാർക്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മാർക്ക് കിട്ടാനുള്ള വാല്യൂവർ തരുന്നത്.
അല്ല 1.5 ഇപ്പോൾ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇപ്പോൾ ഒരു 4 മാർക്കിനാണ് ചോദിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പ്രൊവിഷന് ചോദിക്കാൻ, അതായത് പ്രൊവിഷന് കിട്ടാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 1.5 ആയിരിക്കും കിട്ടുന്ന മാർക്ക്. നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് പ്രൊവിഷൻ ആയിരിക്കും. അനാലിസിസിന് ഒരു 0.5 to 1 മാർക്ക് അത്ര മാത്രമേ നമുക്ക് അനാലിസിസിന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വലിയ ലെങ്തി ആണെന്നും പറഞ്ഞിട്ട് അത് ഫുൾ എഴുതി വെക്കാൻ നിൽക്കരുത്. അതിനൊരു കൂടി പോയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ചാൻസ് മാർക്ക് എന്ന് പറയുന്നത് 0.5 to 1 മാർക്ക്. ഇപ്പോൾ ഇതൊരു 4 മാർക്കിന് ഇത്രയും ഇതായതുകൊണ്ട് 1 മാർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കൺക്ലൂഷൻ എങ്ങനെ എഴുതണം നോക്കാം. ഇനി നമുക്ക് കൺക്ലൂഷൻ എങ്ങനെ എഴുതി നോക്കാം. In this case, firm purchased furniture after the death of a partner C, but the partner's name is not removed. Thus, the legal representative is not liable for the action of firm after the death of a partner as per the provision mentioned above. As per the provisions mentioned above. ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഷൻ എഴുതുന്നത്. കൺക്ലൂഷൻ എഴുതുമ്പോഴത്തേക്കിനും എന്താ നമ്മൾ എഴുതിയേക്കുന്നത്, അതായത് ഒപ്പം സിയുടെ, അതായത് പാർട്ട്ണർ സി എന്ന് പറയുന്ന ആൾ മരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തേക്കുന്നത്, ഫർണിച്ചർ പർച്ചേസ് ചെയ്തേക്കുന്നത് അല്ലേ. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, പാർട്ട്ണറിൻ്റെ പേര് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പാർട്ട്ണറിൻ്റെ പേര് റിമൂവ് ചെയ്തില്ല എന്നുള്ള റിമൂവൽ എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ റിമൂവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ഒരു പാർട്ട്ണർ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ആളുടെ ലീഗൽ ഹയേഴ്സിനൊന്നും എന്താ പറയുക റെസ്പോൺസിബിൾ അല്ല. കമ്പനിയുടെ ആക്ട് അത് എന്തിനാലും ഡെപ്റ്റിനാലും എന്തിനാണെങ്കിലും എന്തല്ല, ഒരു കമ്പനിയല്ല സോറി ഒരു ഫേമിൻ്റെ ലയബിലിറ്റിക്ക് പിന്നെ ഡെപ്റ്റിനോ ഒന്നിനും ലയബിൾ അല്ല. അതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഒരു 1.5 മാർക്സ് ആയിരിക്കും കൺക്ലൂഷനകത്ത് വരുന്നത്. കൺക്ലൂഷന് വരുന്ന മാർക്സ് വരുന്നുണ്ട്. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നാണ്. 1.5, 1.5, 4 അല്ല 3 ദാറ്റ് 1 മാർക്ക്. 1 മാർക്ക് ആയിരിക്കും ഒരു അനാലിസിന് മാക്സിമം പോയാൽ നമുക്ക് അത്രേ കിട്ടുള്ളൂ. ഒരു 0.5 to 1 മാർക്ക് അത്രയും മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അനാലിസിസ് ഒരു ക്വസ്റ്റ്യൻ വലുതാണെന്നും പറഞ്ഞുകൊണ്ട് അനാലിസിസ് വെറുതെ വാരി വലിച്ചൊന്നും എഴുതേണ്ട. അതിനൊരു സമ്മറി, ഒരു ബ്രീഫ്, വളരെ ബ്രീഫായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ളത് അത് മാത്രം എടുത്തെഴുതിയാൽ മതിയാവും. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ മെറ്റീരിയൽസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ഈ ഒരു സെക്ഷൻ, ഇതിനോട് ചേർന്ന് വരുന്ന സെക്ഷനും ആ ഒരു ചാപ്റ്ററും ഒക്കെ പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാംസ് അടുത്തടുത്ത് വരികയാണ്. ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഓണം വെക്കേഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓണം വെക്കേഷൻ്റെ ഇടയ്ക്കൊക്കെ പഠിത്തം ഒന്നും ഉഴപ്പി പോകരുത് കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്കെല്ലാം വേണം, സെലിബ്രേഷൻസ് വേണം, നമുക്ക് എൻജോയ് ചെയ്യണം, എല്ലാം വേണം. പക്ഷെ ആ കൂട്ടത്തിൽ ഒരിക്കലും പഠിത്തം വിട്ടുപോകരുത്. ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.